മുനമ്പത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞതിനോടുള്ള ചില വിയോജിപ്പ് അത് പറയാൻ അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അറിയിച്ചിട്ടുണ്ട്. ശങ്കു, പെട്ടെന്ന് നോക്കൂ, കഴിഞ്ഞ ഊഴത്തിൽ അദ്ദേഹം ചില രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അതിന് വളരെ വേഗത്തിൽ മറുപടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം എടുത്തു കാണിച്ചിട്ടുള്ള വഖഫ് ആധാരം എന്ന് പറയുന്ന സിദ്ദിഖ് സൈറ്റ് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുക്കുന്ന ആധാരം. ഇവിടെ അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ആധാരത്തിൻ്റെ 3-ാമത്തെ പേജിൽ സിദ്ദിഖ് സൈറ്റ് പറയുന്നൊരു കാര്യം, എന്നാൽ ഇതിൽപ്പെട്ട വകകളും ഇതിൽ നിന്നുള്ള ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാത്ത മറ്റ് യാതൊരു ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്താൽ ഇതിൽപ്പെട്ട പട്ടിക വകകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എൻ്റെ പിന്തുടർച്ചാവകാശികൾക്കും അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നതാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെ ഒരു വഖഫ് ആധാരത്തിൽ എഴുതാൻ സാധിക്കുമോ? അങ്ങനെ എഴുതിയാൽ അത് വഖഫാണോ? ഇസ്ലാമിക നിയമപ്രകാരം ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഞാൻ തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് ഞാൻ സമ്പാദിച്ച ഒരു വസ്തു ജഗന്നിയന്താവായ നാഥൻ്റെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ആധാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ജഗന്നിയന്താവായ നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി എനിക്കുള്ള 2 സെന്റ് സ്ഥലം ഞാൻ ഇന്ന സ്ഥാപനത്തിന്, ഇന്ന പള്ളിക്ക്, ഇന്ന മദ്രസക്ക് വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പറയലിലൂടെ തന്നെ അത് വഖഫായി. അങ്ങയോടുള്ള ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല. തുടങ്ങിയുള്ളൂ പറയാം. വഖഫ് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായി, ഞാൻ പറഞ്ഞു അതിലേക്ക് വരികയാണല്ലോ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് സിദ്ദിഖ് സെട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത 1950 ആ ആധാരത്തിൽ ഫാറൂഖ് കോളേജ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതെൻ്റെ മക്കളിലേക്ക് മടങ്ങും എന്നുള്ള ഒരു ക്രോസ് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് വഖഫാകും. ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, അതിനിടക്ക് മറ്റൊരു കാര്യം, ഈ ക്രയവിക്രയം എപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളിലുമൊക്കെ അതല്ലെങ്കിൽ സമരസമിതിയുടെ അവസ്ഥ അവിടെ നിന്നൊക്കെ കേൾക്കാറുള്ളത്, ഇത് ക്രയവിക്രയ അവകാശത്തോടു കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വാദങ്ങളൊക്കെ. അങ്ങനെ ക്രയവിക്രയ അവകാശത്തോടുകൂടി അങ്ങനെ വിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് എങ്കിൽ ആ 3-ാമത്തെ ക്ലോസിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൽ പറഞ്ഞിട്ടുള്ളത് ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന സാഹചര്യം വന്നാൽ അത് എൻ്റെ മക്കളിലേക്ക്, എൻ്റെ അനന്തരാവകാശികളിലേക്ക് മടങ്ങുമെന്ന് പറയുമ്പോൾ ആ 2-ാമത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുള്ള അത് ഏതെങ്കിലും ഘട്ടത്തിൽ വിൽപ്പന നടത്തിയാൽ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെ, ഈ വസ്തു ഈ പറയപ്പെടുന്ന പോൾ വക്കീലിനെ വൗറോഫറ്റ് മണി കൊടുത്ത് ഇങ്ങനെ വിൽപ്പന നടത്തുന്ന ഒരു അവസ്ഥ വന്നാൽ 3-ാമത്തെ ആ ക്ലോസ് നടപടിയാകില്ല. കാരണം അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് അത് മടങ്ങില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഭൂമി ആ കോളേജിനും അദ്ദേഹം കൊടുക്കപ്പെടുന്ന ആ ഭൂമി ഉപയോഗപ്പെടണമെന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുള്ളത്. വഖഫ് ചെയ്തു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് ഇസ്ലാമിക നിയമപ്രകാരം കൃത്യമായ രീതിയിൽ അത് വഖഫായി. പിന്നെ അതിൻ്റെ പിന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുകളിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഞാൻ അതിലേക്ക് തന്നെ വരേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ള വിഷയത്തിലാണല്ലോ ഇവിടുത്തെ കോടതികൾ കേസ് നടന്നിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന പറവൂർ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും അവിടെ കേസ് നടന്നിട്ടുള്ളത് ഈ ഭൂമി വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമി അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാദങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ കോടതിയുടെ മുന്നിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ തന്നിട്ടുള്ള അതിന്റെ കൂടെയുള്ള രേഖയിൽ ഈ പറയപ്പെടുന്ന പറവൂർ കോടതിയുടെ രേഖയുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഹൈക്കോടതിയുടെ ഉണ്ട്. ആ ഹൈക്കോടതിയും പറവൂർ കോടതിയും വളരെ കൃത്യമായ രീതിയിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ആ കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രീതിയിലല്ല എങ്കിൽ ഇവിടെ കോടതികളെ തന്നെ സമീപിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അനീതിയുടെ വിധിയാണ്. ഇവിടെ വഖഫല്ലാത്ത ഒരു ഭൂമിയെ കോടതി വഖഫാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞു വഖഫ് ട്രൈബ്യൂണലാണ്, മറ്റൊരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അങ്ങനെയൊന്നുമില്ല.
ഈ വിഷയത്തിൽ ഏറ്റവും അന്തിമമായി വന്നിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. ആ കേരള ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അല്ല, ഈ ഇരയാക്കപ്പെട്ടവർ ട്രൈബ്യൂണലിന് മുമ്പിലല്ലേ പോകാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് കോടതിയിലോട്ട് പോകാൻ? ഹൈക്കോടതിയിൽ പോകാമല്ലോ, ഹൈക്കോടതിയിൽ അവരുടെ വാദം ഉന്നയിക്കാമല്ലോ. അതെന്താ? നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യത്തിന് വളരെ ചുറ്റി വളഞ്ഞ് സുദീർഘമായിട്ടുള്ള ഉത്തരം അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് അങ്ങനെ ഒരു കണ്ടീഷനോട് കൂടി കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ് നിയമത്തിലെ പ്രിൻസിപ്പിൾ. ഈ വഖഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കൺഫൈൻമെന്റ് ആണ്. ഈ പറയുന്ന സിദ്ദിഖ് സേട്ട് അല്ലെങ്കിൽ സത്താർ സേട്ട് കച്ചി മേമൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. കച്ചി മേമന്മാരെന്ന് പറഞ്ഞാൽ ഹനഫി സ്കൂൾ ഓഫ് ഇസ്ലാം പിന്തുടരുന്ന ആൾക്കാരാണ്. ഹനഫി സ്കൂൾ എങ്ങനെയാണ് വഖഫിനെ ഡിഫൈൻ ചെയ്യുന്നത്? അത് പറയുന്നത് എന്താണ്? വൺസ് എ വഖഫ് ഹാസ് വെർബലി ഓർ ഇൻ റൈറ്റിംഗ് ഡിക്ലെയർഡ് എ വഖഫ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ലീഗലി കൺസിഡർഡ് ദ പ്രോപ്പർട്ടി ഓഫ് അല്ലാഹ് ആൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ടു ഫുൾഫിൽ പബ്ലിക് ഫാമിലി നീഡ്സ് ആസ് ചാരിറ്റബിൾ സോഷ്യൽ സർവീസ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഒരു ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അള്ളാഹുവിന്റെ ഭൂമിയായി പരിഗണിക്കുകയും അത് പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്നാണ് ഹനഫി സ്കൂൾ ഓഫ് ഇസ്ലാം പറയുന്നത്. ആ സ്കൂളിന്റെ വക്താവായിട്ടുള്ള ആളാണ് കച്ചി മേമൻ വിഭാഗക്കാരനായിട്ടുള്ള ഈ സേട്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ ഭൂമി ഞാൻ തിരിച്ചെടുക്കും, എൻ്റെ അനന്തര തലമുറയ്ക്ക് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു കൈമാറ്റമായിരുന്നു എന്നും പെർമനന്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ എന്ന രീതിയിൽ വഖഫ് നടത്താൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ലായിരുന്നു എന്നും വരും. അതുകൊണ്ട് ആധാരം തന്നെ അസാധുവാണ്. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് പറവൂർ കോടതിയിലെ ഈ പറയുന്ന വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് 1961 തന്നെ പറവൂർ കോടതിയിൽ കേസും വിധി ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ ആ കോടതിയുടെ രേഖ തന്നെ എടുക്കുന്നത് 1967. നോക്കൂ, ഈ കേസ് എന്താണ്? ഇതൊരു ഇൻജങ്ഷൻ സ്യൂട്ടാണ്, അല്ലാണ്ട് ഇത് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാനുള്ള സൂട്ടല്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതല്ല പറവൂർ കോടതി പരിശോധിച്ചിട്ടുള്ള വിഷയം. പറവൂർ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യം എന്താണ്? ഇതിലെ എതിർഭാഗമായിട്ടുള്ള ആൾക്കാർ അനധികൃതമായിട്ട് ഈ ഭൂമി കയ്യേറി താമസിക്കുന്നുവെന്നും അവരെ ഒഴിപ്പിച്ച് കിട്ടണമെന്നും അവരെ എവിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള സ്യൂട്ടിൽ പ്ലെയിൻറ്റിഫ് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി, ഇതിൻ്റെ ഡിഫൻഡൻസ് ആരൊക്കെയാണ്? യാക്കൂബ് സൺ ഓഫ് ഔസേപ്പ്, സീമൻ സൺ ഓഫ് ജോസഫ്, ലൂസി, മാർക്കോസ്, പത്രക്കുട്ടി, ചീക്കുട്ടി, ജോർജ്, ജോണ്, ഇങ്ങനെ ഇത്രയും ഡിഫൻഡൻസ് ഉണ്ട്. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ചോദ്യം, ഈ കേസിൽ എവിടെയാണ് വഖഫ് ബോർഡ് കക്ഷിയായിട്ടുള്ളത്? ഈ വഖഫ് ഭൂമിയാണ് എന്നാണ് കണ്ടൻഷൻ ഉള്ളതെങ്കിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 90 പറയുന്നു, വഖഫ് നിയമത്തിലെ സെക്ഷൻ 90 പറയുന്നു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും വഖഫ് ബോർഡ് ഒരു നിർബന്ധിത കക്ഷിയായിരിക്കണം. വഖഫ് ബോർഡിനെ കേൾക്കാതെ ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. ഫാറൂഖ് കോളേജിനും ജോണിനും ദേവസിക്കും ലൂസിക്കുട്ടിക്കും കൂടിയിട്ട് ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്നൊരു നിയമവ്യവഹാരം നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ വഖഫ് ബോർഡ് കക്ഷിയല്ല എന്ന് തന്നെ ഇത് വഖഫാണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു കേസായിരുന്നില്ല ഇത് ഈ ഭൂമിയിൽ നിന്ന് എവിക്ഷന് വേണ്ടി കൊടുത്തുള്ള ഇൻജങ്ഷൻ സ്യൂട്ട് ആയിരുന്നു എന്നത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ കോടതി വിധി പറഞ്ഞത് എന്താണ്? ഈ ഭൂമി വഖഫ് ഭൂമിയാണതുകൊണ്ട് വഖഫ് ബോർഡ് ഏറ്റെടുക്കണമെന്നാണോ? അല്ല, ഈ കേസിൽ കോടതി വിധി പറഞ്ഞത് ഇത് ഫാറൂഖ് കോളേജിൽ കിട്ടിയിട്ടുള്ള ആധാരപ്രകാരം കിട്ടിയിട്ടുള്ള ഭൂമിയാണ്, അതുകൊണ്ട് ഫാറൂഖ് കോളേജിൽ ആ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്ന്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഫാറൂഖ് കോളേജിൻ്റെ അവകാശം അനുവദിച്ചു. പക്ഷേ കേസ് റിമാൻഡ് ചെയ്തിട്ട് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാൻ വീണ്ടും പറവൂർ കോടതിക്ക് വന്നു. 1976 വീണ്ടും പറവൂർ കോടതിയിൽ കേസുണ്ടായി. ഈ കേസ് 1990 വരെ നീണ്ടുപോയ ഘട്ടത്തിൽ 1989 കോടതിക്ക് പുറത്തു വെച്ച് ഫാറൂഖ് കോളേജുകാരും ഇതിൽ എതിർകക്ഷികളും തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി കാശ് കൊടുത്ത് വിൽക്കാൻ ഫാറൂഖ് കോളേജ് തീരുമാനിച്ചു. അങ്ങനെ 33 ലക്ഷം രൂപ മേടിച്ചിട്ട് ഈ ഭൂമി ഇവർക്ക് ഫാറൂഖ് കോളേജ് വിറ്റു. അതായത് ഹൈക്കോടതിയും ഈ പറവൂർ കോടതിയും ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഫാറൂഖ് കോളേജ് ഭൂമി കാശിന് വിറ്റു. കാശിന് മേടിച്ചിട്ടുള്ള ആൾക്കാർ കരോടച്ച് അവിടെ ജീവിക്കുന്നു. ഇതിന്റെ ഇടയിൽ എവിടുന്ന 2009 വഖഫ് ബോർഡ് വന്നത്? വഖഫ് ബോർഡ് ഈ കേസിലൊന്നും കക്ഷി പോലും ആയിരുന്നില്ലല്ലോ.